ഞാൻ പാലയിലാണുള്ളത്. SKN രാവിലെ പറഞ്ഞ പോലെ മാണിസിക്കാപ്പന്റെ അല്ലെങ്കിൽ UDF ഇത്തവണ കൊട്ടിക്കലാശത്തിനില്ല. എന്നാൽ മാണിസിക്കാപ്പന് UDF ഇല്ലെന്ന് കരുതി BJPയും LDFും അതൊട്ടും കുറയ്ക്കാൻ തയ്യാറല്ല. എല്ലാ ആവേശത്തിലാണ്. എന്തായാലും ഷോൺ ജോർജ് ഇപ്പം ഈ കൊട്ടിക്കലാശത്തിന് തൊട്ട് മുൻപ് പാലാ ടൗണിൽ കട കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് അവസാന നിമിഷം? കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കയറി വന്നപ്പോൾ മഴ പെയ്തപ്പോൾ കുറച്ച് മിച്ചം വെച്ചു. അപ്പൊ അതൊന്ന് കയറി തീർക്കാൻ കലാശക്കൊട്ട് തുടങ്ങല്ല. അതിന് മുമ്പ് എല്ലാവരും കാണാൻ വേണ്ടി നമസ്കാരം. ഈ കലാശക്കൊട്ട് വേണ്ട അല്ലെങ്കിൽ മാണിസിക്കാപ്പൻ ഇപ്പൊ കലാശക്കൊട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആളില്ലാത്തതുകൊണ്ട് കലാശക്കൊട്ട് മാറ്റി വെച്ചാൽ എന്റെ കുഴപ്പമാണോ? ആളില്ലാത്ത കൊണ്ട് മാറ്റി വെച്ചാണെന്ന് പറയുന്ന ഒരു ഗുരുതര ആരോപണമാണ്. UDF ക്യാമ്പേ ഇല്ല. UDF ക്യാമ്പ് ഇവിടെ ജോസ് കെ മാണിയുടെ ക്യാമ്പിൽ 10 CPമാർ നാട്ടിലുള്ളതുകൊണ്ട് അവർ സഹകരിക്കുന്നതുകൊണ്ട് വണ്ടി ഓടുന്നു. അല്ലെങ്കിൽ ഈ രണ്ടുപേരും പോയതാ. ഒരു കോൺഫിഡൻസ് ആണോ ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് അറിയില്ല. എന്തായാലും ആളില്ലാത്തത് കൊണ്ടാണെന്നുള്ള ആക്ഷേപമാണ്, ഒരു ആരോപണമാണ് മാണിസിക്കാപ്പനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഷോൺ ജോർജ് ഇപ്പോൾ BJP ക്യാമ്പ് നമുക്കറിയാവുന്ന പോലെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സജീവമായി പാലായിലുണ്ടായിരുന്നു. പാലായിൽ ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് ഷോൺ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം കാരണമാണ്. ഇത്തവണ വലിയ മാറ്റങ്ങൾ പാലായിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം. പ്രചരണ രംഗത്ത് 3 പേരും ജോസ് കെ മാണിക്കറിയാം, നമുക്കറിയാവുന്ന പോലെ മാണിസാറിന് ശേഷം ഈ കേരള കോൺഗ്രസിന് പാലായിൽ കാര്യമായിട്ട് ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ എന്ത് കൊടുത്തും ആ പാല തിരിച്ചു പിടിക്കാൻ ജോസ് കെ മാണിയും കൂട്ടരും ഇറങ്ങുന്നു. മാണിസിക്കപ്പൻ കഴിഞ്ഞ തവണത്തെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാൻ ഇത്തവണയും പാലക്കാർ ഒപ്പമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നു. അപ്പോഴാണ് ഷോൺ ജോർജ് കൂടി കടന്നു വരുന്നത്. എന്തായാലും പാല ആർക്കൊപ്പം നിൽക്കും? ന്യൂനപക്ഷ വോട്ടുകളുടെ ആ ഒരു ഇതെങ്ങനെയാണ്? നമുക്ക് അതുകൂടി ഒന്ന് ചോദിക്കാം. ഈ FCRA ഒക്കെ സജീവ ചർച്ചയായിരുന്നു ഈ അവസാന ഘട്ടത്തിലേക്ക് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി ജോസ് കെ മാണിയും കാപ്പനും. അതൊന്നും പാലായെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ആ വിഷയത്തിൽ വരാലുമല്ല ഞാനല്ല ഇടപെട്ടെ. ഇപ്പൊ പാർലമെന്റിൽ മാറ്റി വെച്ചില്ലേ? ആ ആശങ്ക പരിഹരിക്കാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ 10 ദിവസത്തിന് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ചർച്ച വെച്ചിട്ടുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ചർച്ച വെച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ ഞാനുണ്ടാവും. ബില്ല് പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ്. ഇതൊക്കെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെയല്ലേ ഇതിന്റെ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചത്. അവരുടെ ആശങ്ക എന്താണെന്ന് കേൾക്കട്ടെ. അവരുടെ ആശങ്ക കേട്ടിട്ട് പറഞ്ഞത് ബില്ല് വരുന്നത് നല്ലതാണ്, കാരണം കോടതി ചലഞ്ച് ചെയ്യാൻ ഒരു അവകാശം കിട്ടുന്ന, അതിനപ്പുറത്തേക്ക് മാറ്റിവെക്കണമെന്ന് അല്ലല്ല. ആ ബില്ല് രാജ്യസുരക്ഷയെ സംബന്ധിച്ചാണ്. അപ്പൊ ആ ബില്ലിനകത്ത് സഭയുടെ ആശങ്കകൾ എന്താണെന്ന് കേൾക്കും. അത് ന്യായമാണെങ്കിൽ പരിഹരിക്കും. ഇതാണ് അമിത്ഷാജി പറഞ്ഞത്. 10 ദിവസത്തിനുള്ളിൽ അല്ലേ റിസൾട്ട് വന്ന്? 10 ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നല്ല, ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ് 10 ദിവസത്തിനുള്ളിൽ ഇതുമായി ചർച്ച നടക്കും. ആ ബില്ല് സംബന്ധിച്ചിടത്തോളം ബില്ല് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ബില്ല് കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബില്ല് സഭയിൽ വരേണ്ടതായിട്ടുണ്ട്.